റിലയൻസ് സീ മെഷീനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടെക്നിക്കൽ വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മളൊരു സാധാരണ ഒരു തയ്യൽ മെഷീൻ്റെ ഉഷ അല്ലെങ്കിൽ മെറിറ്റ് ചവിട്ടി തയ്ക്കുന്ന സാധാരണ സിംഗിൾ മെഷീൻ്റെ ഒരു ടെക്നിക്കൽ വീഡിയോ ആണ്. നമ്മൾ ഈ ഒരു ഹാൻഡ് വീല് കറക്കുന്ന സമയത്ത് ഹാൻഡ് വീല് കറങ്ങുന്നു, ഈ ഒരു ഭാഗത്ത് ഒന്നും അനങ്ങുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ടെക്നിക്കൽ വീഡിയോ ആണ്. അപ്പോൾ ഒരു 80% ആൾക്കാർക്കും വരുന്ന ഒരു കംപ്ലയിൻ്റാണ്, ഈ വീല് കറങ്ങുന്നുണ്ട്, പക്ഷേ മെഷീനിൽ അതിൻ്റെ ഇതൊന്ന് ജസ്റ്റ് കറങ്ങുന്നു, ഈ നീഡിൽ ക്ലാമ്പോ കാര്യങ്ങളോ നീഡിൽ ബാറ് ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഈ മെയിൻ വീലിൻ്റെ ഈ ചെറിയ വീല് അഴിച്ചിങ്ങെടുക്കുക. ജസ്റ്റ് അതായത് നമ്മളിവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും, ആ സ്ക്രൂ അഴിച്ചതിന് ശേഷം ജസ്റ്റ് വീല് കറക്കി ഇങ്ങ് ഊരിയെടുക്കുക. അതിനുശേഷം ഈ ഫ്രീ വീല് പുറത്തേക്ക് ഇങ്ങ് ഊരിയെടുക്കുക. അതായത് മെയിനായിട്ടുള്ള ഈ വീല് പുറത്തേക്ക് ഊരിയെടുക്കുക. അത് ആ വീല് ഊരിയെടുത്ത് കഴിയുമ്പം നോക്കുക, എന്നിട്ട് ഇവിടെ എന്തെങ്കിലും നൂലോ കാര്യങ്ങളോ ത്രെഡോ വല്ലതും ഉണ്ടോ നോക്കുക. അതിന് ശേഷം ത്രെഡൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ആ വീല് തിരിച്ച് അതേപോലെ തന്നെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബുഷുണ്ട്. അതായത് ആ വീൽ ബുഷിൻ്റെ നമ്മൾ വീല് കയറ്റിയിട്ടിട്ട് ആ വീൽ ബുഷ് വരുന്നിടത്ത് ഒരു ലോക്ക് വരുന്നുണ്ട്. ലോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ലോക്ക്. ഈ ലോക്ക് കറക്റ്റായിട്ട് ആ വീൽ ബുഷിന് നടുക്കായിട്ട് വയ്ക്കണം. നടുക്കായിട്ട് വെച്ചിട്ട് അതായത് ആ വീൽ ബുഷിനകത്തേക്ക് വാഷർ കറക്റ്റായിട്ട് ആ വെട്ടിനകത്തേക്ക് ഇറക്കി വയ്ക്കുന്നു. അതിനുശേഷം ഈ ചെറിയ വീലിട്ട് ആ വീൽ ബുഷ് ടൈറ്റ് ചെയ്യുക. ശ്രദ്ധിക്കണം, ഈ വെട്ടിനകത്ത് തന്നെ, അതായത് ഈ വീൽ ബുഷിൻ്റെ വെട്ടിനകത്ത് തന്നെ ആ വാഷർ കിടക്കണം. എന്നതിന് ശേഷം ഈ ചെറിയ വീലിട്ടിട്ട് ഇത് നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ശരിക്കും അത് ടൈറ്റ് ആയതിനു ശേഷം മെഷീൻ നേരെ വയ്ക്കുക. നേരെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് വീല് കറക്കുക. വീല് കറക്കുമ്പോൾ അത് അതിൻ്റെ ആ ഒരു ടെക്നിക്കൽ ഇഷ്യൂ മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.